എവിടെ പോയാണ്? ഞാൻ രമണി ചേച്ചിയുടെ വീട് വരെ പോയതാണ്. അതാ രമേശന്റെ ഭാര്യ പ്രീതിയില്ലേ, ആ അതിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവരെന്തോ പിണങ്ങിയിരിക്കണില്ലേ? അവൻ വിളിച്ചോണ്ട് വന്നാണല്ലോ. അപ്പൊ അവർക്ക് അതിന്റെ മുറിവുറുപ്പൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രഗ്നന്റ് ആണ്. അപ്പൊ അത് വിളിച്ചു പറഞ്ഞപ്പോ അവരച്ഛനും അമ്മയും കൂടി കാണാൻ വന്നു. അപ്പൊ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വിളിച്ചതാണ്. നിന്റെ മുഖം എന്തിനാടി വല്ലാണ്ടിരിക്കണ ഇങ്ങനെ? ഏയ്, ഞാൻ എന്റെ അമ്മനെ കുറിച്ച് ആലോചിച്ചാണ് കേട്ടോ. അവരുടെ സന്തോഷം കണ്ടപ്പോ ഞാനും ഒന്ന് ആഗ്രഹിച്ചു പോയി. എന്ത് ചെയ്യാന്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതുവരെ നിന്റെ അമ്മയെ ആങ്ങളമാരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എത്ര പ്രാവശ്യം നമ്മൾ അവരെ കാണാൻ വേണ്ടി ചെന്നു. നമ്മൾ ആട്ടിപ്പായിച്ചില്ല അവര്. എന്ത് ചെയ്യാനാണ്? നമ്മൾ പരമാവധി നമ്മൾ ശ്രമിച്ചവരെ കാണാനും സംസാരിക്കാനും എല്ലാറ്റിനും വേണ്ടി. പക്ഷെ അവർക്ക് നമ്മളെ കാണാനോ നമ്മുടെ മക്കളെ കാണാനോ ഒന്നും അവർക്കൊരു താല്പര്യമില്ല. പിന്നെ നീ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോയിട്ട് ഇനിയും സംസാരിക്കാം. വേണോ? ഏയ്, എത്ര പ്രാവശ്യം പോയേട്ടെ. ഇനി വേണ്ട. ഇനിയും പോയി നാണം കേട്ടാ ഞാൻ സമ്മതിക്കൂല. ശരി, ഒന്നാലോചിച്ചാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ ഇത്രയും നാൾ സ്നേഹത്തോടെ വളർത്തിയാണ് നിന്നെ. നീ ഒരു സുപ്രഭാതത്തിൽ അവരുടെ നിലയ്ക്കും വരയ്ക്കും ഒക്കാത്ത എന്നെപ്പോലുള്ള ഒരാളോട് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഏതച്ഛനന്മാർക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വിവേകവും ബുദ്ധിയും നന്നായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം മാറും. ചില മുറിവുകൾ അങ്ങനെയാണ്, ഉണങ്ങാൻ ചിലപ്പോൾ കുറേ സമയം എടുക്കും. എല്ലാം മാറും. നീ വെറുതെ വിഷമിക്കണ്ട. എന്തേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. എന്തിലാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്? എന്താണ് കാര്യം? എന്താ? അതല്ല അമ്മ, ഒരു 5 മിനിറ്റ് അമ്മയോട് സംസാരിച്ചിട്ട് ഞാൻ പോയിക്കോളാം. എന്താണ് കാര്യം? എന്താണ് കാര്യം? പറയും. വേറെ ഒന്നല്ല, അവൾക്ക് അമ്മനെ കാണണമെന്നും അമ്മയോട് സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അവളെപ്പോഴും എന്നോട് പറയാറുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നോട് നാട്ടിപ്പായിച്ചിട്ടുണ്ട്. തിരിച്ച് അമ്മേനെ ആരെങ്കിലും വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ മൊബൈൽ നമ്പറും മാറ്റി. ഞങ്ങൾക്ക് അറിയാനും പാടില്ല. ഒരു പ്രാവശ്യമെങ്കിലും അവളായിട്ടൊന്ന് സംസാരിക്കണം. അവളുടെ സങ്കടം കണ്ടിട്ടാണ്. എന്ത് കാര്യമാണെങ്കിലും ഇവിടെ കേക്കണ്ട. ഒരു ഗതിയില്ലാത്തവൻ്റെ കൂടെ ഇറങ്ങി പോയതാണ്. ഞങ്ങൾക്കൊരു വിഷമില്ലെന്ന് വെച്ചിട്ടിരിക്കണ. ഞങ്ങൾ ആളുകളിലൊക്കെ മുമ്പിൽ നാണം കെട്ടി നിന്നൊന്നും കണക്കില്ല. ഇപ്പൊ വന്നേക്കൻ കാര്യം പറയാനായിട്ട്. അങ്ങനെ ഒരു മോളില്ല ഞങ്ങൾക്ക്. ഞങ്ങളത് ഇല്ലാന്ന് വെച്ച്. ശരിയാണമ്മേ, എനിക്ക് അമ്മ മനസ്സിലാവും. ഒരു പെങ്കൊച്ചിനെ വളർത്തി വലുതാക്കി അവളുടെ കല്യാണത്തെക്കുറിച്ചും ഭാവിനെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ തല്ലിക്കെടുത്തിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ ചിലപ്പോൾ ഇരുത്തിയാട്ടം കൊണ്ടോ ഞങ്ങളുടെ പക്വതോക്കറ കൊണ്ടൊക്കെ സംഭവിച്ചാണ്. ഞങ്ങളോട് ക്ഷമിച്ചുവിടാം. എനിക്കിപ്പോ മനസ്സിലാവൂല. നിങ്ങൾക്കൊന്നും ഇപ്പൊ മനസ്സിലാവൂല. നിങ്ങളെ മക്കളെ നിങ്ങളും പാട് കെട്ട് വളർത്തി വലുതാക്കി കഴിഞ്ഞ് ഇതുപോലെ ഇറങ്ങി പോകുമ്പോഴുള്ള ദണ്ണം നിനക്ക് അന്ന് മനസ്സിലാവും. അതില്ലാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കും. അത്രയും ദണ്ണം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജീവിക്കുന്നത്. ഞങ്ങൾ ഓരോ കൊച്ചാണ്. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നാണ്. നീയേ അധികം നേരം ഇവിടെ നിൽക്കണ്ട. അവളുടെ ആങ്ങളമാര് വന്നിട്ട് നിന്നെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിന്നെ തല്ലിക്കൊല്ലു. ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാവണം നിന്റെ കുടുംബം. അങ്ങനെയുള്ള നീ ഇവിടെ വന്ന് നിന്ന് പറയാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? ഇല്ലായ്മയുണ്ട്, കഷ്ടപ്പാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്ന് പോലെ ഈ നിമിഷം വരെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും അവൾക്കൊരു കുറവും വരുത്താണ്ട് അവളെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ യോഗ്യത. അമ്മ, ഞാനിവിടെ വന്നേക്കാൻ അവൾക്കറിയില്ല. നിങ്ങൾ എന്നെ ആട്ടിപ്പായിക്കും, അല്ലെങ്കിൽ എന്നെ പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലും എന്നുള്ള പേടി അവൾക്കുണ്ട്. ഞാൻ ആരുടെ മുമ്പിലും തോക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമാണ് അവൾക്ക് വേണ്ടി തോക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അവളുടെ സന്തോഷത്തിന്. ഞാൻ നിങ്ങളോട് സംഭവത്തിന് തല്ലുപിടിക്കാൻ ഒച്ചപ്പാടിനൊന്നും വന്നതല്ല. നാളെ തന്നെ അമ്മ മോളെ വിളിക്കണമെന്നും എല്ലാം മറന്നും പുറത്തും കഴിയണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അമ്മയുടെ ഒരു വിളി മതി മോളെ. ആ വിളിയിൽ അമ്മയുടെ എല്ലാ സ്നേഹവും ഉണ്ടാവും നമുക്ക്. ഇത്രയും നാൾ ആ വിളിയിലുണ്ടല്ല,
നിങ്ങൾ കെട്ടിയിരുത്തിയിട്ടുള്ള എല്ലാ ദേഷ്യവും വൈരാഗ്യവും വിഷമങ്ങളെല്ലാം ഒരൊറ്റ വിളിയിൽ ഒലിച്ചു പോകും. ഞാൻ എന്തെങ്കിലും രീതിയിൽ അമ്മനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്ന് വിളിക്കാം. നമ്പറാണ് ഇവിടെ വയ്ക്കുന്നത്. രവി, രവി, ഇതിന്റെ മൊബൈൽ അടിക്കണം, എടുക്കണോ? ഞാൻ എടുത്തോളാം. അങ്ങനെ എടുത്തു. ആരാണാവോ? അറിയാത്ത നമ്പറാണോ? ഹലോ മോളെ, ആരാണ് വിളിച്ചേ? അമ്മയാണ് ചേട്ടാ. അമ്മ സംസാരിക്കുമോളെ? അമ്മേ